ആഫ്രിക്കയിലെ ഒപ്റ്റിമേഴ്സിനെതിരെ നേടിയ ഗംഭീരമായ വിജയത്തിന് ശേഷം സീസർ റോമിൽ തിരികെ എത്തി. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. റോമൻ സെനറ്റിൽ ഇപ്പോൾ സീസറിനെ അനുകൂലിക്കുന്നവർ മാത്രമേ ഉള്ളൂ. എതിർക്കുന്നവർക്ക് അത് പ്രകടിപ്പിക്കാൻ ധൈര്യമില്ല. സീസറിന്റെ മാസ്റ്റർ ഓഫ് ഫോഴ്സായി പ്രവർത്തിക്കുന്ന മാർക്ക് ആന്റണിയാണ് റോമിലെ രണ്ടാമൻ. സീസറെ രാജാവായി അവരോധിക്കണമെന്നാണ് മാർക്ക് ആന്റണിയുടെ അഭിപ്രായം. പക്ഷേ സീസർ അതിന് വഴങ്ങിയില്ല. 10 വർഷത്തേക്ക് കൂടി ഡിക്റ്റേറ്റ് പദവിയിൽ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അത് തന്നെ സംഭവിച്ചു. സീസർ രാജപദവി നിഷേധിച്ചത് എന്തുകൊണ്ടാണെന്ന് പലരും അത്ഭുതപ്പെട്ടു. സീസറിന്റെ പെരുമാറ്റം രാജാവിനെ പോലെയാണ്. അദ്ദേഹം സ്വന്തം താൽപ്പര്യം മുൻനിർത്തി സെനറ്റിന്റെ അധികാരങ്ങൾ ഓരോന്നായി വെട്ടിച്ചുരുക്കുന്നുണ്ട്. ജനങ്ങൾ രാജവാഴ്ചയെ അനുകൂലിക്കില്ല എന്ന് സീസറിനറിയാം. എത്രയോ കാലങ്ങളായി അവർ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുന്നു. ആ അവകാശങ്ങൾ ഇല്ലാതായാൽ ജനപിന്തുണ നഷ്ടമായേക്കും. അങ്ങനെ ഒരു അവസ്ഥ സീസർ ആഗ്രഹിക്കുന്നില്ല. രാജാവ് എന്ന പദവി ഒഴിവാക്കിക്കൊണ്ടുള്ള രാജവാഴ്ച, അതാണ് സീസറിന്റെ ലക്ഷ്യം. റോമൻ റിപ്പബ്ലിക്കിന്റെ ഭരണ സംവിധാനത്തിൽ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് സീസർ. ഒന്നാമത്തേത്, റോമൻ പ്രവിശ്യകളിൽ ഇനി സായുധ കലാപങ്ങൾ നടക്കാൻ പാടില്ല എന്ന നിശ്ചയമാണ്. മേലിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ പ്രതിനിധികൾ നേതൃത്വം നൽകുന്ന ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവരുത്. പോംപിയെ അമർച്ച ചെയ്തതോടെ ഇക്കാര്യം നടപ്പായി എന്നാണ് സീസർ കരുതിയിരുന്നത്. അപ്പോഴാണ് ആഫ്രിക്കയിൽ ഒപ്റ്റിമേഴ്സുകൾ സംഘടിച്ചത്. ഇപ്പോൾ ഇസ്പാനിയയിൽ കലാപസന്നാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നു. പോംപിയുടെ മക്കളാണ് അതിന് നേതൃത്വം നൽകുന്നത്. ആ കലാപത്തെ അമർച്ച ചെയ്യാൻ നേരിട്ട് പോകേണ്ടതില്ല എന്നാണ് സീസറിന്റെ തീരുമാനം. 2 ജനറൽമാരെയും 4 ലീജിയൻ സൈന്യത്തെയും ഇസ്പാനിയയിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ ആഭ്യന്തര കലാപങ്ങൾ അടിച്ചമർത്തുമെന്നാണ് പ്രതീക്ഷ. ആഭ്യന്തര കലാപങ്ങൾ ഒടുങ്ങിയാൽ റോം കേന്ദ്രമാക്കി അതിശക്തമായ ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിക്കണം. പിന്നീട് റോമൻ അധിനിവേശത്തിലുള്ള എല്ലാ പ്രവിശ്യകളെയും ഒരുമിച്ച് ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാക്കണം. ഈ 3 ചിന്തകൾ പൂർത്തിയായാൽ റോം സീസർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സാമ്രാജ്യമാകും. ഈ ചിന്തകളുമായി ഇരിക്കുമ്പോഴാണ് ഇസ്പാനിയയിൽ നിന്നും ഒരു സന്ദേശം സീസറെ തേടിയെത്തുന്നത്. ഇസ്പാനിയയിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമല്ല. സീസർ അയച്ച സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എതിർചേരി കൂടുതൽ കരുത്ത് നേടുകയാണ്. ദീർഘകാലം പോംപിയുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രദേശമാണ് ഇസ്പാനിയ. പോംപിയുടെ അനുചരന്മാരായിരുന്നവർ ഇപ്പോഴും അവിടെയുണ്ട്. ആഫ്രിക്കയിൽ നിന്നും രക്ഷപ്പെട്ട ഗിനിയസ് പോംപിയാസും സിക്സ്റ്റസ് പോംപിയാസും ഇസ്പാനിയയിൽ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. പോംപിയുടെ ഈ പുത്രന്മാർക്കൊപ്പം ടൈറ്റസ് ലാബിയനുസും ആഫ്രിക്കയിലെ റോമൻ ഗവർണർ ആയിരുന്ന അറ്റിയസ് ക്വാറസുമുണ്ട്. അവർ ഒരുമിച്ച് ഒരു സൈന്യത്തെ രൂപപ്പെടുത്താൻ ആരംഭിച്ചു. 4200 കാലാൾപ്പടയാളികളും 300 കുതിരപ്പടയാളികളും ഉൾപ്പെടുന്നതാണ് ഒരു റോമൻ ലീജിയൻ.
അത്തരത്തിലുള്ള 4 ലീജിയനുകൾ അവരവിടെ തയ്യാറാക്കി. ഹിസ്പാനിയയിൽ സീസർ നിയോഗിച്ച ഗവർണർമാരുടെ സൈന്യത്തിൽ നിന്ന് വേറിട്ട് വന്നതാണ് 2 ലീജിയൻ സൈന്യം. പോംബിയൻ സൈന്യം ഹിസ്പാനിയൻ മേഖലയിലെ റോമൻ പ്രവിശ്യകൾ ഒന്നൊന്നായി പിടിച്ചെടുത്തു. ഈ സമയത്താണ് സീസർ അയച്ച സൈനികർ അവിടെ എത്തിയത്. പരാജയം ഉറപ്പായതിനാൽ അവർ യുദ്ധത്തിന് മുതിർന്നില്ല. പകരം സീസറെ ഹിസ്പാനിയയിലെ സാഹചര്യം അറിയിച്ചു. സീസർ റോമിൽ നിന്ന് ഹിസ്പാനിയയിലേക്ക് യാത്ര തിരിക്കാൻ നിർബന്ധിതനായി. ഒക്ടേവിയസ് സീസറോട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ എത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഒക്ടേവിയസിനെ സീസർ സ്വന്തം വളർത്തുപുത്രനായാണ് കാണുന്നത്. സീസറും ഒക്ടേവിയസും തമ്മിൽ ആഫ്രിക്കയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒക്ടേവിയസ് ആഗ്രഹിച്ചിരുന്നു. അന്ന് അയാളുടെ അമ്മ അതിന് അനുവദിച്ചില്ല. ഇപ്പോൾ ഒക്ടേവിയസ് രോഗബാധിതനാണ്. സീസറിനൊപ്പം പോകാൻ ആഗ്രഹിച്ചെങ്കിലും രോഗം ഭേദമാകാനായി കാത്തിരിക്കേണ്ടി വന്നു. സീസർ തന്റെ സൈന്യത്തിനൊപ്പം ഹിസ്പാനിയയിലെത്തി. ആ സമയത്ത് പോംബിയൻ സേന ഉല്ലിയ എന്ന റോമൻ പ്രവിശ്യ പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഹിസ്പാനിയയിൽ സീസറെ പിന്തുണയ്ക്കുന്ന അപൂർവം പ്രവിശ്യകളിൽ ഒന്നാണ് ഉല്ലിയ. സീസർ സൈനികരുമായി ഉല്ലിയയിൽ എത്തി. എതിരാളികൾക്ക് സീസറിന്റെ വരവ് അപ്രതീക്ഷിതമായിരുന്നു. അത് അവരെ അമ്പരപ്പിച്ചു. എങ്കിലും സീസറിന് വിജയം എളുപ്പമായിരുന്നില്ല. ഇതിനകം പോംബിയൻ സേന ഉല്ലിയ പ്രവിശ്യ വളഞ്ഞു കഴിഞ്ഞിരുന്നു. സീസറിനൊപ്പം ഉണ്ടായിരുന്ന ലൂസിയസ് പസിയാക്കേസ് എന്ന ഉദ്യോഗസ്ഥന് ഉല്ലിയ പരിചിതമാണ്. ഉല്ലിയയിലെ ഉപരോധം ഭേദിക്കാൻ പസിയാക്കേസിനെ ഏൽപ്പിച്ച ശേഷം സീസർ കോർഡോബയിലേക്ക് മാർച്ച് ചെയ്തു. അവിടെയാണ് സിക്സ്റ്റസ് പോംബിയാസിന്റെ വിശാലമായ ആയുധപ്പുര. യാത്രാമധ്യേ അവർ പോംബിയൻ കുതിരപ്പട്ടാളവുമായി ഏറ്റുമുട്ടി. സീസർ വരുന്ന വിവരം മനസ്സിലാക്കിയ പോംബെ പുത്രൻ സിക്സ്റ്റസ് സഹോദരൻ ഗ്വിനിയസിനോട് സഹായം അഭ്യർത്ഥിച്ചു. ഗ്വിനിയസ് ഉല്ലിയിലെ ഉപരോധത്തിന്റെ ചുമതല മറ്റുള്ളവരെ ഏൽപ്പിച്ച് സിക്സ്റ്റസിന്റെ അടുത്തേക്ക് പോയി. പക്ഷേ അതിനു മുമ്പ് തന്നെ ഉല്ലിയിൽ സീസറിന്റെ സൈന്യം കടന്നു കയറി കഴിഞ്ഞിരുന്നു. പോംബിയൻ സേനയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ലൂസിയസ് പസിയാക്കേസ് അവരുടെ ഉപരോധം ഭേദിച്ചു. സീസർ പോംബിയൻ സേനയുടെ ആയുധ കേന്ദ്രം കൂടിയായ കോർഡോബയിലെത്തി. അവിടെ എതിരാളികളെല്ലാവരും ഒത്തുചേർന്നു. പോംബിയുടെ 2 പുത്രന്മാരും ടൈറ്റസ് ലാബിയനിസും സീസറിന്റെ സേനയെ ചെറുക്കാൻ ഒരുമിച്ചു. പക്ഷേ അവിടെ ബലപരീക്ഷണം നടത്തി സമയം കളയാൻ സീസറിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. നിർണായകവും അന്തിമവുമായ ഒരു വിജയമാണ് അദ്ദേഹത്തിന് വേണ്ടത്. അതിനുള്ള അവസരവും ഒടുവിൽ വന്നു ചേർന്നു.